ശ്രീ കുഞ്ഞികൃഷ്ണൻ, ഇപ്പോ പാർട്ടി ഏറെക്കുറെ തീരുമാനമെടുത്തിരിക്കുന്നു, ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നു. ഇനി നാളെ അതിന്റെ പ്രഖ്യാപനം മാത്രമാണ് ബാക്കിയുള്ളത്. അതായത് സാങ്കേതികമായി അങ്ങ് പാർട്ടിയുടെ പുറത്താണ് എന്നൊരു സാഹചര്യം വരികയാണ് ഈ തുറന്നു പറച്ചിലിന്റെ പേരിൽ. ശരി ശരി, അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പാർട്ടി എന്ത് നടപടിയെടുത്താലും അതെനിക്കൊരു പ്രശ്നമല്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ നിലപാടുമായി മുന്നോട്ട് പോകും. പാർട്ടിയുടെ പുറത്തു നിന്ന് ഈ തരത്തിലൊരു നിലപാടുമായി മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? കാരണം പാർട്ടിക്കുള്ളിൽ നിന്ന് ഒരാൾ പറയുമ്പോൾ തന്നെ ഇതാണ് നടപടി, പുറത്തു നിന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അപ്പുറത്തെ ക്യാമ്പിൽ നിന്ന് വരുന്ന വിമർശനം എന്നല്ലേ ഉണ്ടാവൂ? അല്ല, അത് നമുക്ക് കാണാം. അടിയന്തരമായ നടപടിയാണല്ലോ ശ്രീ കുഞ്ഞികൃഷ്ണൻ. അതായത് അങ്ങ് 10 വർഷം ഒരു കാര്യം ഉന്നയിച്ചു, ഒരു നടപടിയും ഉണ്ടായില്ല. പക്ഷെ പുറത്തു വന്ന് പറഞ്ഞപ്പോൾ 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് നടപടി ഉണ്ടായിരിക്കുന്നു. 10 വർഷമില്ല, 5 വർഷമേ ഉള്ളൂ. 2021 അപ്പൊ 5 വർഷമേ ഉള്ളൂ. വർഷം ഇരട്ടിയായി കൂട്ടി പറയണ്ട. അപ്പോ ഈ 5 വർഷമായിട്ടും 2016 നടപടി ഇല്ലാത്തതുകൊണ്ടാണ് മരണം ഉണ്ടാകുന്നത്. എനിക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ഉണ്ടായതാണ്. അങ്ങ് ഉന്നയിച്ച പരാതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം അല്ല പെട്ടെന്ന് ചോദ്യത്തിലേക്ക് വന്നത്, അതുകൊണ്ടാണ്. അതെ, പക്ഷേ അതിന്റെ 2016 തന്നെ അതിന്റെ കണക്ക് അവതരിപ്പിക്കുന്നത് 2021 അതെ. അപ്പൊ അതിനുശേഷമാണ് ഈ പ്രശ്നം ഉയർന്നു വരുന്നത്. അതെ അതെ. പക്ഷെ എന്നിരുന്നാലും 5 കൊല്ലം എന്ന് പറയുന്ന ഒരു കാലപരിധി ഉണ്ടല്ലോ. ഇതിപ്പോ അങ്ങ് പുറത്തു വന്ന് പറഞ്ഞപ്പോൾ 5 കൊല്ലം പോട്ട് 5 ദിവസം എടുത്തില്ലല്ലോ. ഉണ്ട്. ഇല്ല. ഇന്നലെ ജില്ലാ കമ്മിറ്റിയുടെ പ്രതികരണം വന്നപ്പോൾ തന്നെ ഈ നടപടി ഉടൻ ഉണ്ടാകുമെന്നൊരു ബോധ്യം അങ്ങേക്കുണ്ടായിരുന്നു. ശരി ശ്രീ കുഞ്ഞികൃഷ്ണൻ, വളരെയധികം നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന്. ജില്ലാ കമ്മിറ്റിയുടെ പ്രതികരണം അങ്ങ് പറയൂ. അല്ല, ജില്ലാ കമ്മിറ്റിയിലെ പ്രതികരണം വരുന്നതിന് മുമ്പല്ല, ഞാൻ പുസ്തകം എഴുതാൻ തീരുമാനിക്കുമ്പോൾ തന്നെ ഇത് പുറത്തു വന്നാൽ നടപടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ആ പുസ്തകം പുറത്തു വരണത്രേ. പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്, പ്രതിപാദിച്ച കാര്യങ്ങളാണ് ഞാനിപ്പോൾ പുറത്ത് പറയുന്നത് എന്നതുകൊണ്ട് ഇത് നേരത്തെ ഞാൻ പ്രതീക്ഷിച്ചതാണ്. അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ അറിയാവുന്ന ആരുടെയും തുണയുണ്ടായില്ല. അല്ല, അങ്ങനെയൊന്നും പറയാൻ സാധിക്കില്ല. ആരുടെ എല്ലാം പിന്തുണയുണ്ട് എന്നത് പ്രസക്തമായ കാര്യമല്ല. എന്താണ് പാർട്ടി തീരുമാനം എന്നതാണ് പ്രസക്തം. ശരി, വളരെയധികം നന്ദി ശ്രീ വി കുഞ്ഞികൃഷ്ണൻ ഞങ്ങളോട് സംസാരിച്ചതിന്. അദ്ദേഹം പാർട്ടിയുടെ പുറത്തേക്കാണ് എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായിരിക്കുന്നു. നാളെ പ്രഖ്യാപനം മാത്രമാണ് ബാക്കിയുള്ളതും.